ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ് മാത്സിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സിൻ്റെ സെറ്റ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പലർക്കും അറിയുണ്ടാവും ഈ നമ്പേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓഡ്, ഇവണ്, വോൾ നമ്പർ, നാച്ചുറലി, ഇൻറ്റിജേഴ്സ് അതൊക്കെ നമുക്ക് കറക്റ്റ് കേട്ടിട്ട് നല്ല പരിചയം ഉണ്ടാവും. പക്ഷേ അത് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ ഓഡായിട്ടുള്ളത് വണ്ണിന് പെയറില്ല, ഒന്നുള്ളൂ, അപ്പോൾ അത് ഓഡ് നമ്പറാണ്. 3 എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ഒന്നാണെങ്കിൽ ഒരു പെയറായാൽ 3 അവിടെ ഓഡാണ്, അപ്പോൾ 3 അങ്ങനെ വരുന്ന നമ്പേഴ്സാണ് ഓഡ് നമ്പർ. 1, 3, 5, 7, 9, 11 അങ്ങനെ പോകുന്നു. ഈവൺ നമ്പേഴ്സ് പറഞ്ഞാൽ ഇരട്ട സംഖ്യ, എങ്ങനെ 2, 4, 6, 8, 10 അത് നിങ്ങൾക്കറിയാം. പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുക. 0 ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, വോൾ നമ്പേഴ്സ് പറഞ്ഞാൽ എന്താണ്? 0 മുതൽ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനെയും വോൾ നമ്പേഴ്സ് എന്ന് പറയും. അതാണ് നാച്ചുറലും വോളും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ഇൻറ്റിജേഴ്സ് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ്, 0 പോസിറ്റീവ് നമ്പേഴ്സ് ഇതൊക്കെ കൂടിയതാണ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, ഇനി പ്രൈം നമ്പർ പറഞ്ഞാൽ 2, 3, 5, 7, 11 അങ്ങനെ പോകുന്നു. അതിന് കുറച്ച് പ്രത്യേകത ഉണ്ട്, അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ് പറഞ്ഞാൽ 2 ഇരട്ടസംഖ്യയില്ലേ, അതിൽ 2 ഒഴിവാക്കിയിട്ട് ബാക്കി ഉള്ളതൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. 4, 6, 8, 10, 12 അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി റാഷണൽ നമ്പേഴ്സ് പറഞ്ഞാൽ ബൈ 2, ബൈ 4, ബൈ 6, ബൈ 8 അങ്ങനെ ഏതൊരു നമ്പറിൻ്റെയും ബൈ ഇട്ട് ചെയ്യണതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഇർറാഷണൽ നമ്പേഴ്സ് പറഞ്ഞാൽ √2, π അങ്ങനെ വരുന്ന വാല്യൂസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇർറാഷണൽ നമ്പേഴ്സ്.